അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ നിങ്ങൾ ഡേറ്റൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ സ്കിന്ന് നല്ലതാക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത് അല്ലേ. അപ്പോൾ അതിനെന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു. ഫേഷ്യൽ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, അതാണ് നല്ല കാര്യം. യു ആർ നോട്ട് ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് യുവർ സ്കിൻ ടൈപ്പ്, അല്ലെങ്കിൽ വെദർ യു ഹാവ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ വെറുതെ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ മനസ്സിലായോ, നമ്മുടെ സ്കിന്നൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ അത് വിഷമിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു സ്കിൻ ക്ലിനിക്കിൽ പോവുക, നല്ല സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ആക്നി സ്കിന്നാണെങ്കിൽ അതിന് കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാനും, അതായത് ഒരു മാസം മുന്നേ, അതായത് ഇപ്പോൾ നമ്മുടെ കല്യാണം അടുത്ത മാസമാണെങ്കിൽ ഈ മാസം ആദ്യമേ തന്നെ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഇഫ് യു ആർ ഡൂയിങ് എനിത്തിങ്, just ask their permission and ask their suggestions whether I can do this or that. Okay, അതല്ലാതെ സ്വന്തമായി ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്തെങ്കിലും ഫേസ് പാക്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, ബട്ട് നോ ലെമൺസ്, ലൈം അല്ലെങ്കിൽ ലെമൺ, നാരങ്ങ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. സെൻസിറ്റീവ് ആക്കും നമ്മുടെ സ്കിന്ന് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യാതിരിക്കാനുള്ള കാര്യം, വെള്ളം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എക്സസൈസൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ്സ്. എന്താ പറയുക, നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾ ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, സോ ഇതായിരിക്കും എൻ്റെ ലുക്ക് എന്നുള്ളത്. കാരണം അന്നത്തെ ദിവസം നമ്മൾ ഇതിന് വേണ്ടി ചെയ്തിട്ട് പിന്നെ അയ്യോ എനിക്ക് ലുക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സങ്കടമായിരിക്കും. വാട്ട് കൈൻഡ് ഓഫ് ജ്വല്ലറി യു ആർ വെയറിങ്, അല്ലെങ്കിൽ വാട്ട് കളർ ഓഫ് സാരി യു ആർ വെയറിങ്, അതൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് അതിനോട് ചേർന്നിട്ടുള്ള മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. മനസ്സിലായോ? ബോഡി നന്നായിട്ട് നോക്കുക. പിന്നെ കല്യാണത്തിൻ്റെ ദിവസം പരമാവധി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതായിട്ട് ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തായാലും വരും. പിന്നെ അന്ന് രാവിലെ തന്നെ എണീച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഫുൾ പ്ലാൻ ചെയ്ത് വെക്കുക തലേദിവസം. അതായത് ബ്ലൗസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. യുവർ ഇന്നർ വെയർ, എവറിഥിങ്, യുവർ ജ്വല്ലറി, യുവർ ഫുഡ് വെയർ, എവറിഥിങ് യു ഹാവ് ടു കീപ്പ് ഇൻ എ പ്ലേസ്. മനസ്സിലായോ? ആ സമയത്ത് അതിൽ നിന്ന് ഹറിബറി ആക്കി വെക്കരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ എണീച്ച് സമാധാനപരമായി ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം റിലാക്സ്ഡ് ആയിട്ട് അന്നത്തെ ദിവസം കഴിയാം. നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും, ബട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? കൂളായിട്ടിരിക്കുക. കാരണം ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നമ്മുടെ ഫേസിൽ കാണും. അപ്പോൾ ഫോട്ടോസൊക്കെ അതുപോലെ ഇരിക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ നല്ലതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇതൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഉപദേശം പോലെ എടുത്താൽ മതി. അത്ര വലിയൊരു വീഡിയോ ഒന്നും അല്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ, എൻ്റെ അനുഭവം ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിലിടുന്ന വീഡിയോസ് ചിലതൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഐ തോട്ട് യൂട്യൂബിൻ്റെ വീഡിയോസ് വേറെ തന്നെ വെക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് വേറെ തന്നെ വെക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം രണ്ടിലും സെയിം വീഡിയോസ് ഇടണ്ടെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഷോർട്ട് വീഡിയോസ് മേ ബി വിൽ ബി സിമിലർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ടാറ്റ ബൈ.